നമസ്കാരം കൂട്ടരെ, രാജേഷ് കുമാറാണ്. കൂട്ടരെ, ഞാൻ ഈ വീഡിയോ ചെയ്യുമെന്ന് വെച്ചാൽ ഒരുപാട് പേര് എൻ്റെ ജാതിയൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തിനാന്തോ ഒരിക്കലും നമ്മളെ ജാതിയോ മതമോ അങ്ങനെ ഒന്നും ചോദിക്കരുത്. എന്തിനാ ഇനിയിപ്പോൾ പെണ്ണാലോചിക്കാനോ അല്ലാണോ? ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഭാര്യ 2 മക്കളുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. തമാശയാണേ. എൻ്റെ ജാതി ഇപ്പം അച്ഛൻ നായരായതുകൊണ്ട് ഇപ്പം ഞാൻ നായരാണ്. ഇപ്പോൾ ഹിന്ദുവായ ഞാൻ ഇപ്പോൾ ഈ ക്രിസ്ത്യാനിയായ അല്ലെങ്കിൽ മുസ്ലിമായ സഹോദരങ്ങളെ ഞാൻ ജോലി വാങ്ങിച്ചു കൊടുത്ത് സഹായിക്കുന്നു. അവിടെ ജാതിയില്ല, മതമില്ല, ഒന്നുമേ ഇല്ല. എല്ലാവരും മനുഷ്യരാണേ. പിന്നെ നമ്മൾ ജീവിക്കുന്ന സാഹചര്യം, നമ്മൾ ജനിക്കുന്ന സാഹചര്യം ഏത് കുടുംബത്തിനാണോ, ഹിന്ദു ആയാലും ക്രിസ്ത്യാനായാലും മുസ്ലിം ആയാലും ആ രീതിയിൽ നമ്മൾ കൺവെർട്ട് ചെയ്ത് ആ ഒരു മോഡലിൽ നമ്മളങ്ങ് ജീവിക്കുന്നു. ഇപ്പോൾ നമ്മളെ ശ്രീനിവാസ് മരിച്ചുപോയ കടം പറഞ്ഞ പോലെ മുസ്ലിമായ മമ്മൂട്ടി കൊടുത്ത ക്യാഷും ക്രിസ്ത്യാനിയായ ആരോ ഹെൽപ്പ് ചെയ്ത പൈസയും കൊണ്ട് ഹിന്ദുവായ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു. അതുപോലെയാണ് മനുഷ്യൻ്റെ ഒരു അവസ്ഥ. ഇപ്പോൾ ആരെ ത്രൂ ആണ് നമുക്കൊരു സഹായം അല്ലെങ്കിൽ ഹെൽപ്പ് കിട്ടുന്നത് ഒന്നും പറയാൻ പറ്റില്ലെന്നേ. അപ്പോൾ എനിക്ക് സന്തോഷമെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ എന്തായാലും ഭൂമിയിൽ ജനിച്ചു. എന്നെക്കൊണ്ടാവുന്ന സഹായം ക്രിസ്ത്യനായാലും മുസ്ലിം ആയാലും എനിക്കെന്നെ ഒരുപോലെയാണ്. ഞാൻ ഹിന്ദു ആണെങ്കിലും ഞാൻ വെട്ടുകാട് പള്ളിയിൽ പോകാറുണ്ട്, ഭീമാ പള്ളിയിൽ പോകാറുണ്ട്. കഴിയുന്നത് ഞായറാഴ്ചകളിൽ വെട്ടുകാട് പള്ളിയിലൊക്കെ പോയി ഞാൻ ഇരിക്കും. ഭയങ്കര റിലാക്സ്മെൻ്റാണ്. ദൈവം എന്നുള്ളൊരു പവറുണ്ട്. അത് ഏത് എടുത്താലും ഒരു പവറാണത്. അത് സംഭവം ഉണ്ട്. ഇപ്പം നമ്മളിപ്പം അമ്പലത്തിൽ പോയാലും പള്ളിയിൽ പോയാലും എവിടെ പോയാലും ദൈവം എന്നൊരു ശക്തി, അദൃശ്യമായ ഒരു പവറാണ്. അപ്പോൾ അത് എല്ലായിടത്തും ഉണ്ട്. ഈ തൂണിലും തുരുമ്പിലും കിടക്കും പോലെ ഉണ്ടെന്ന് പറയും പോലെയാണ്. അപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ച് നമ്മൾ ഒരു സഹായം ആർക്കെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബ്ലെസ്സിങ് നമുക്കുണ്ടാവും. അതുകൊണ്ട് ജാതി മതം അതൊന്നും ഒരു വിഷയമേ അല്ല. നമ്മളെ എല്ലാവരുടെയും ശരീരത്തിൽ ചുവന്ന ബ്ലഡ് തന്നെയാണ്. പിന്നെ നമ്മൾ ജനിക്കുന്ന സ്ഥലം ഹിന്ദു കുടുംബമാണെങ്കിൽ ഹിന്ദുവിൻ്റെ ഇതിലങ്ങ് പോകും, മുസ്ലിം ആണെങ്കിൽ ക്രിസ്ത്യനാണെങ്കിൽ അതേ കാറ്റഗറിയിലങ്ങ് പോവും. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഫസ്റ്റ് കാണുന്നവരാണെങ്കിൽ യൂട്യൂബിലാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് പോകണേ, ഒരു സഹായം. ഓക്കെ, താങ്ക് യു. എല്ലാം നല്ലത് വരട്ടെ. നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല പ്രവൃത്തി ചെയ്യുക. ആരെങ്കിലും ഒരു നേരത്തെ ആഹാരം വാങ്ങിച്ചു കൊടുക്കുക. അതിൻ്റെ ഒരു നല്ലൊരു പ്രവൃത്തി ഈ ലോകത്തില്ല. നമ്മൾ ഈ 60-70 വയസ്സ് വരെയൊക്കെ ജീവിച്ച് നമ്മൾ സമ്പാദ്യമൊക്കെ അങ്ങ് പോകുമ്പോൾ കൊണ്ടുപോകുന്നില്ല. ആരെങ്കിലും സമ്പാദ്യത്തിൻ്റെ ഒരു അംശം ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു പുണ്യം കിട്ടും. എല്ലാവർക്കും സ്വർഗത്തിൽ പോകാനാണല്ലോ ഇഷ്ടം. ആരും നരകത്തിൽ പോകാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നമ്മളെ ഒരു വരുമാനം അല്ലെങ്കിൽ മാസം നമുക്കൊരു വരുമാനത്തിന് ഒരു 100 രൂപ ആർക്കെങ്കിലും ഒരു പൊതി ചോറ്, അത് മതി. പിന്നെ ഒരുപാട് കോടികളുള്ളവർ അവരൊരു അംശം ഈ ഭൂമിയിൽ അവരെ ഓർക്കപ്പെടണമെങ്കിൽ ഒരു സഹായം വീടായിട്ടോ ക്യാഷായിട്ടോ കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ല കാര്യമാണ്. ഓക്കെ, താങ്ക് യു.